റിക്രൂട്ടിംഗ് ബോർഡ്, അതായത് ഇവിടെ ദേവസ്വങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റിക്രൂട്ടിംഗ് ബോർഡ് ഇവിടെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ നിയമിച്ചിട്ടുള്ള റിക്രൂട്ടിംഗ് ബോർഡിലെ അംഗങ്ങൾ അവരായി തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യരായ ആളുകളെ കേരളത്തിലുള്ള അമ്പലങ്ങളിലേക്ക് ഉദ്യോഗത്തിന് കഴകമായാലും ശാന്തിയായാലും ക്ലാർക്കായാലും ഇതിലേക്ക് വേണ്ടി പരിശീലനം ചെയ്തിട്ടുള്ള അറിവുള്ള തിരിച്ചറിവുള്ള ഇവിടെ തിരഞ്ഞെടുത്ത് ഓരോ ക്ഷേത്രങ്ങളിലേക്കും അയക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെയാണ് ഇങ്ങനെ റിക്രൂട്ടിംഗ് ബോർഡ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു വേക്കൻസി വന്നു കഴകത്തിൻ്റെ. ആ കഴകത്തിൻ്റെ വേക്കൻസി വന്നപ്പോൾ അവിടത്തേക്ക് പോസ്റ്റ് ചെയ്തത് കഴകം തിരഞ്ഞെടുപ്പിൽ എടുത്താൽ ഒരു ഈഴവനായിരുന്നു. ആ ഈഴവനെ അവിടെ നിയമിച്ചപ്പോൾ ആ കഴകക്കാരൻ ഈഴവനായതുകൊണ്ടും മാത്രമല്ല കഴകത്തെ എടുക്കേണ്ടത് അവിടെ വാര്യ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അവരിൽ നിന്ന് അവരാണ് എടുക്കുന്നത് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് നിയമിച്ച്, അതായത് സർക്കാർ ബോഡിയാണെന്ന് വിചാരിച്ചോളാം. ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് സർക്കാരിൻ്റെ ഒരു പരിധിവരെ നിയന്ത്രണത്തിലും സർക്കാർ നിയമിക്കുന്ന റിക്രൂട്ടിംഗ് ബോർഡ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആരായാലും അവർ സ്വീകരിക്കേണ്ടതിന് പകരം അവിടുത്തെ തന്ത്രിമാർ അവരെ അവിടെ പണിയെടുക്കാൻ അവസരം കൊടുക്കാതെ, കഴകത്തിൻ്റെ പണി എടുക്കാൻ അവസരം കൊടുക്കാതെ നിൽക്കുകയും അമ്പലത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടത്താൻ ഇരുന്ന് അതൊരു സ്ട്രൈക്ക് പോലെ വന്നപ്പോൾ കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ അവിടെ പഠിക്കുന്നവർ ഇടപെട്ട് താൽക്കാലികമായി ഇതൊരു വെടിനിർത്തൽ പോലെ ഈ കഴകംകാരനെ ഓഫീസിലേക്ക് മാറ്റിയിട്ട് മറ്റൊരു വാര്യനെ അവിടെ വെച്ചുകൊണ്ട് തൽക്കാലം സമരം ഒഴിവാക്കിക്കൊണ്ട് ആ പ്രതിസന്ധി താൽക്കാലികമായി ഒഴിവാക്കി. പക്ഷേ എന്നാൽ തന്നെയും ആ താൽക്കാലികമായ പ്രതിസന്ധി ഒഴിവാക്കി ഈ ഉത്സവം കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒഴിവാക്കി കഴകംകാരനായി നിയമിച്ച ആളിനെ കഴകംകാരനായി തന്നെ അവിടെ നിയമിച്ചിരിക്കും, തിരികെ കൊണ്ടുവന്നിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരുറപ്പും. അവിടെ എന്ന് വെച്ചാൽ ഈ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ഭരണാധികാരികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരവും അറിവും അങ്ങനെയാണ്. അങ്ങനെ പ്രതീക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ക്ഷേത്രങ്ങളിലുള്ള ചില അവകാശം പറഞ്ഞുകൊണ്ട് സർവാധിപത്യം സ്ഥാപിക്കുവാൻ ഇന്ന് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ ജനാധിപത്യ യുഗത്തിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയും ഇതുപോലുള്ള ക്ഷേത്രത്തിലെ അവകാശികളെന്നും അധികാരികളെന്നും ആരും തിരഞ്ഞെടുക്കപ്പെടാത്തവർ അവർ പൂർവാചാരപ്രകാരം അവർക്ക് കിട്ടിയ അവകാശമെന്ന നിലയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങൾക്കും എതിരായി ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ജാതി വിവേചനം, അതായത് ഭാര്യയാകാവോ ഈഴവൻ പാടില്ല എന്ന് കൽപ്പിച്ചു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഹിന്ദു ഐക്യത്തെ തകർക്കുവാൻ ഒരു കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഈ അല്പപ്രാണികളായ 4 പേര്. കേരളത്തിൽ മഹാഭൂരിപക്ഷങ്ങളും ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തെ കേരളത്തിലെ ഹിന്ദു ജനങ്ങൾ ഒന്നാകെ ഇതിനെ ഉണർന്നു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ഇത്തരം പ്രവണതകൾ ഇനി കേരളത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ ചാതുർണ്യത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങൾ, എല്ലും കഷ്ണങ്ങൾ മാന്തിയെടുത്ത് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് പഴയ വ്യവസ്ഥിതിയും പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം ചാതുർണ്യ വ്യവസ്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സവർണ തമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ്
എനിക്ക് പറയാനുള്ളത്. ഇനിയും കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഒരു അമ്പലത്തിൽ നിന്നല്ല, ഈ സമൂഹത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്ന് കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ഒഴിവാക്കാൻ നിർബന്ധിതരാക്കിയ അതിൻ്റെ ഉപദേശികൾ അല്ലെങ്കിൽ അവകാശക്കാരെന്ന് പറയുന്ന ക്ഷേത്ര അധികാരികളെന്ന് പറയുന്ന പേരിൽ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മാതൃകാപരമായ ഒരു ജാതിഭേദം ഇല്ലാതെ മതദ്വേഷമില്ലാതെ ഹിന്ദുക്കൾക്ക് പോലും ഇന്ന് ജാതിയുടെ പേരിൽ പിന്നോക്കമെന്നും മുന്നോക്കമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വക തിരിച്ചു നിർത്തിക്കൊണ്ട് മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. നടപടി വേണമെന്ന് പറയുന്നത് ഈ ജാതി വിവേചനം നടത്തി സമരം നടത്തുന്ന തന്ത്രിമാർക്കെതിരെയാണ്. അതെ, ഈ അയിത്തം എന്ന് പറയുന്നത് ഇപ്പോ വേറൊരു അർത്ഥത്തിൽ നിന്നും അയിത്തം തന്നെയാണല്ലോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതല്ലേ? അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് തെറ്റായ ഒരു നടപടിയല്ലേ? അതിൽ പറയുന്നുണ്ടല്ലോ, താൽക്കാലികമായി എങ്ങനെയെങ്കിലും ആ അമ്പലത്തിൽ സമരം ചെയ്ത് ആ പ്രതിഷ്ഠ നടത്തി ആ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായി ചെയ്തതാണ്. അടുത്ത ദിവസം തന്നെ ഈ ഈഴവനെ തിരികെ കൊണ്ടുവന്ന് കഴകക്കാരനായിട്ട് തന്നെ നിയമിച്ചിരിക്കുമെന്ന് ഒരു പ്രസ്താവനയിലൂടെ വിവരം കിട്ടിയിട്ടുണ്ട്. പ്രാദേശികമായി ഞങ്ങൾ നേതാക്കന്മാർ പോയി സംസാരിച്ചപ്പോഴും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായും നടപ്പിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ മാറിയാൽ തന്നെയും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇവിടെ ഒരു നിയമവും ചട്ടങ്ങളും ഉണ്ട്. എന്തെല്ലാം കീഴ്വഴക്കങ്ങളുടെ മാറി. നിങ്ങൾക്ക് നിയമമല്ലേ? ആനയുണ്ടായിരുന്നു, പടയണി ഉണ്ടായിരുന്നു കണിച്ചുണക്കരയിൽ. ഇപ്പം ആനയുണ്ടോ, പടയണിയുണ്ടോ? കാലഘട്ടം അനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ ആചാരങ്ങൾ വരുന്നു. ആചാരങ്ങൾ വേണം, ദുരാചാരങ്ങൾ ഇല്ലാതാക്കണം. തന്ത്രിമാരാണെന്ന അവകാശവാദം പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളുടെ എല്ലാം സർവാധിപത്യം തന്ത്രിമാരുടെ കയ്യിലാണെന്നുള്ള ദുഷ്ടചിന്ത വെച്ചു പുലർത്തുന്ന തന്ത്രിമാരെ നിലത്ത് നിർത്താൻ സർക്കാരിന് സാധിക്കണം. ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡാണ്, സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണവും ഭരണങ്ങളും എല്ലാം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരണം. അല്ലെങ്കിൽ സർക്കാർ ഉപദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമിച്ചിട്ടുള്ള അവിടുത്തെ ബോർഡിൻ്റെ കീഴിൽ വരണം. അതല്ലാതെ തന്ത്രിമാരാണ് ഇതിൻ്റെ സർവാധികളെന്നുള്ള അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് തന്ത്രിയായാലും, അവിടെ 6 തന്ത്രിമാരിൽ 5 തന്ത്രിമാർ ഒന്നിച്ചു നിൽക്കുകയും മറ്റൊരു തന്ത്രി ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചും ആണ് അവിടെ കണ്ടത്. എന്തുമാകട്ടെ, ഈ വിയോജിപ്പ് ഒന്ന് തന്നെ ഉണ്ടായാലും തന്ത്രിമാരാണ് ഒരു ക്ഷേത്രത്തിൻ്റെ സർവാധിപത്യം അവരുടെ കയ്യിലാണെന്നും അവർ കൽപ്പിക്കുന്നതനുസരിച്ച് എല്ലാം നടന്നോളണമെന്നുള്ള ആ ദുഷ്ടചിന്ത കാലഹരണപ്പെട്ട ഒരു ചിന്തയാണ്. കാലഹരണപ്പെട്ട ചിന്തയെ ഉപേക്ഷിച്ചുകൊണ്ട് വർത്തമാന കാലത്ത് കാലത്തിനനുസരിച്ച് ഉയരാനും പ്രവർത്തിക്കുവാനുള്ള ചിന്തകളാണ് ഇന്ന് വർത്തമാനകാലത്ത് വേണ്ടത്. താങ്ക് യു. സിപിഎമ്മിന്റെ സംസ്ഥാനത്ത് പുതിയ നേതൃത്വമൊക്കെ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു നയരേഖയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരി, സംസ്ഥാനത്ത്. അപ്പൊ അതിന് എങ്ങനെ കാണുന്നു? നയരേഖയെല്ലാം നല്ലതാണ്, അവതരിപ്പിച്ചതൊക്കെ നന്നായിരിക്കുന്നു. ഇതെല്ലാം പ്രായോഗിക തലത്തിൽ വന്നാൽ വളരെ നന്നായിരിക്കും. പക്ഷേ തുടക്കത്തിൽ തന്നെ ചില കല്ലുകടികൾ നമുക്ക് കണ്ടു. പത്രത്തിൽ നിങ്ങളുടെ ചാനലിലെല്ലാം കണ്ടു. പത്തനംതിട്ടയിലെ പത്മകുമാർ 52 കൊല്ലം പ്രവർത്തിച്ച പത്മകുമാറിന് ഭരണത്തിലുള്ള പങ്കാളിത്തം വേണ്ടത്ര ലഭിച്ചില്ല. 9 കൊല്ലം പ്രവർത്തിച്ച വീണ ജോർജിന് പരിഗണനയും കിട്ടി എന്നൊക്കെ ചില ആക്ഷേപങ്ങളും മറ്റു ചില വടക്കൻ പ്രദേശത്തുള്ളവർക്കും ചില പരിഗണനയൊക്കെ കിട്ടിയില്ല എന്നുള്ള ചെറിയ ഈ പരിഭവങ്ങളും പ്രതിഷേധങ്ങളും കണ്ടു. അത് ശക്തമായ പ്രതിഷേധം കണ്ടത് പത്മകുമാറിനെ പറ്റിയാണ്. പക്ഷെ പത്മകുമാർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പത്മകുമാറിനെ ഈ പാർട്ടി MLA ആക്കിയിട്ടുണ്ട്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലാ സുഖങ്ങളും എല്ലാ നിലയിലും നേടാൻ ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രൊമോഷൻ കിട്ടിയില്ല. വീണ ജോർജ് 9 കൊല്ലം അദ്ദേഹം 52.
അദ്ദേഹം 52 കൊല്ലം പഠിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം പഠിച്ച ക്ലാസ്സുകളെല്ലാം തോറ്റുപോയി. അതുകൊണ്ട് അദ്ദേഹം 52 കൊല്ലം പഠിച്ചപ്പോൾ അദ്ദേഹം ചെന്നത് വെറും 4-ാം ക്ലാസ് വരെ എന്നുള്ളൂ. ഇത് വീണോ ചാർജി 9 കൊല്ലം പഠിച്ചു. ആ 9 കൊല്ലം ഓരോ ക്ലാസ്സിലും ജയിച്ച് അതുകൊണ്ട് 9-ാം ക്ലാസ്സിൽ ചെന്നു. അപ്പോൾ 52 കൊല്ലം പഠിച്ച ആൾ 4-ാം ക്ലാസ്സിലും 9 കൊല്ലം പഠിച്ച ആളുകൾ 9-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അപ്പോൾ മനസ്സിലാക്കാം അവരവരുടെ കഴിവുകേടും സ്വയം മനസ്സിലാക്കാതെ പാരമ്പര്യം പറഞ്ഞ് അധികാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ 52 കൊല്ലത്തിന് മേലും പാരമ്പര്യം ഉള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട്. അങ്ങനെ പാരമ്പര്യം വെച്ചുകൊണ്ടും ആണ് സ്ഥാനങ്ങൾ ലഭിക്കണമെന്ന് ആരാഗ്രഹിച്ചാലും ശരിയല്ല. ഓരോരുത്തരും പ്രവർത്തനത്തിൻ്റെ കഴിവാണ്. വീണ ജോർജ് ജനപ്രിയയാണ്, മിടുക്കിയാണ്, കാര്യശേഷിയുള്ളതാണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 9 കൊല്ലം കൊണ്ട് തൻ്റെ മികവ്, പ്രവർത്തന മേഖലയിലുള്ള തൻ്റെ മികവ് ഭംഗിയായി തെളിയിച്ചു എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും എതിർക്കാൻ സാധിക്കാത്ത ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മേഖലകളിലും ഓടി എത്തിക്കൊണ്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ജനനേതാവായി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ പരാജയപ്പെട്ട ഒരാളല്ല, വിജയിച്ചൊരു ആരോഗ്യമന്ത്രിയാണ്. ആ ആരോഗ്യമന്ത്രി 9 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ അർഹത കിട്ടിയെങ്കിൽ തൻ്റെ അർഹതയുടെ കുറവ് സ്വയം മനസ്സിലാക്കണം. ജില്ലാ ഓഫീസുകളും തമ്മിലിടിച്ചത് ആരാണ്? എന്തിനു വേണ്ടി? മാസങ്ങൾക്ക് മുമ്പല്ലേ നടന്നത്. ഇതൊക്കെ നേതൃഗുണമാണോ? 52 കൊല്ലം പറഞ്ഞുകൊണ്ടായോ? MLA ആക്കിയില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി എന്തെല്ലാം ഗുണങ്ങൾ കിട്ടി? ഇതൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല, പാർട്ടി പറഞ്ഞിട്ടില്ല. നന്ദികേട് കാണിക്കുന്നത്. എങ്ങനെയാണ് വീണ ജോർജിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങ് തൃപ്തനാണോ? കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിലെ ആശുപത്രി അടക്കം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന പാളിച്ചകളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വന്നിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് അത്ഭുതകരമായി വളർന്ന് നമുക്കെല്ലാം ഇന്ന് ഓടിച്ചെല്ലാൻ, പണ്ടെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ആളുകൾ ഓടുന്നതെങ്കിൽ ഇന്നെല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഓടുന്നത്. എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം വീണ ജോർജ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് കുറവുകൾ അവിടെയുണ്ട്. ഇനിയും ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. ഓരോരുത്തർ സാധാരണക്കാർക്കും ഓടിയെത്താൻ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലുള്ളവർക്കും കായംകുളം ജില്ലയിലുള്ളവർക്കും എല്ലാം ഏറ്റവും വേഗം ഓടിയെത്താനൊക്കുന്ന ഒരു ആശ്രയിക്കാവുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലെല്ലാം. അത് ഒന്നും കൂടി വിപുലീകരിച്ചും ആധുനീകരിച്ചും വേണ്ടത്ര ഡോക്ടർമാരെ നിയമിച്ചും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ശരി തന്നെയാണ്. ആ വാദഗതി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് വീണ ജോർജ് ഒന്നുകൂടി താല്പര്യമെടുക്കും. പോരെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഉള്ള ഈ സ്ഥാപനം ഈ അടുത്ത ജില്ലയിലുള്ള മന്ത്രി എന്ന നിലയിൽ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉള്ള ഇച്ഛാശക്തി അവർ കാണിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ പ്രായോഗിക തലത്തിൽ വരുത്തുവാനുള്ള ശക്തി അവർക്ക് നൽകാനും അത് സർക്കാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും തയ്യാറാകണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. പിണറായി വിജയൻ എന്നൊരു അപ്രമാദിത്വത്തിലേക്ക് CPM മാറി എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ബാക്കി പത്രം എന്നാണ് പരക്കെയുള്ള വാർത്തകൾ. അത് വളരെ ശരിയാണ്. അങ്ങനെ തന്നെ വേണം. ഈ ഒരു പള്ളി 16 പട്ടക്കാരാകരുത്. ഒരു പള്ളിയിൽ ഒറ്റ പട്ടക്കാരൻ മതി. ഈ ഒരു പള്ളി 16 പട്ടക്കാരനായ 16 പട്ടക്കാരൻ തമ്മിൽ ദിവസം അടിവയായിരിക്കും. പക്ഷേ പിണറായി വിജയൻ ശക്തനായൊരു ഭരണാധികാരി, ശക്തനായ ഒരു ലീഡർ എന്നത് കാണിച്ചില്ലേ? ഈ ചർച്ചയിൽ നിന്നും പിണറായി ആരും തൊട്ടില്ലല്ലോ. അദ്ദേഹത്തിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പുറത്ത് പലരും അവിടെ ഇവിടെ നിന്ന് പലതും പറയുമായിരിക്കും. പക്ഷേ പുറത്തുള്ളവർ പറഞ്ഞില്ല. അകത്തുള്ള പാർട്ടി മെമ്പർമാർ കൂടിയവരെല്ലാവരും ഒരേ സ്വരത്തിൽ പിണറായിയെ മാത്രം വാഴ്ത്തുകയും പോഴ്ത്തുകയും ചെയ്തു എങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃപാഠമാണ്. പിണറായി വിജയൻ ഏറ്റവും നേതൃപാഠമുള്ള നേതാവ്, അതോടൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ അനുയായികളെല്ലാം ശരിക്കും പറയാനും പറഞ്ഞിരുത്താനും
ഒരവശബ്ദം പോലുമില്ലാതെ ആ കോൺഫറൻസ് വിളിക്കാൻ സാധിച്ചു എങ്കിൽ അത് പിണറായിയുടെ മികവാണ്, അദ്ദേഹത്തിൻ്റെ നേതൃഗുണമാണ്. അപ്പം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുവെങ്കിലും നല്ലതാണ്. അല്ലാതെ എല്ലാവരെയും കൂടെ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി പോയാൽ അത് പല വഴിക്ക് പോകും. ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ കൂടെ തന്നെ നയിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം, അവർക്ക് സാധിക്കണം. എന്നാലേ പാർട്ടി വളരെ ഉയരും. ഇനിയൊരു തുടർ ഭരണം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇനിയൊരു തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസവും പ്രതിജ്ഞയോടും കൂടിയാണ് ഇന്ന് ആ യോഗം കൊല്ലത്ത് വിരിയുമ്പോൾ അവരുടെ പ്രതീക്ഷ കൂടുതൽ ഉയരുകയാണ് ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പ്രകടനം കൊണ്ടോ അല്ല. ഇന്ന് UDF എവിടെ കിടക്കുന്നു? അവർ തമ്മിൽ തന്നെ ഛിന്ന ഭിന്നമായി കിടക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് എന്തുകൊണ്ടും ഉറച്ചൊന്നിച്ച് നിൽക്കുന്ന ഇടതുപക്ഷ വോട്ട് ഒച്ചു കാണും. വലതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഛിന്ന ഭിന്നമാകുന്നു. അതുകൂടാതെ തന്നെ NDA ഇവിടെ വളരുന്നു. NDAയുടെ വളർച്ച UDFൻ്റെ തളർച്ചയാണ്. അതുകൊണ്ട് LDFൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ NDA ആണ്. അതുകൊണ്ട് തന്നെയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും, സതീച്ചെറിയാൻ ജയിക്കുന്നതെന്ന ത്രികോണ മത്സരം കൊണ്ടാണ്. നേരത്തെ അവിടെ കോൺഗ്രസ് മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് BJP കുറേ വോട്ട് പിടിച്ചു. അതോടുകൂടി സതീച്ചെറിയാൻ ജയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് ഇരിങ്ങാലക്കുട ആരാണ് ജയിക്കുന്നത്? ഇപ്പോൾ അവിടെ ഉണ്ണിയാണ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് BJPക്ക് 6000 വോട്ടായിരുന്നു. അത് 37,000 വോട്ടോട് കൊടുത്ത് വന്നതോടുകൂടി ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഉരുക്ക് കോട്ടയായി. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സിന്ധു അവിടെ MLA ആയി, ഇപ്പോൾ മന്ത്രിയായി. അതുപോലെ നിങ്ങളൊരു വർക്കല കഹാർ, എന്നും കഹാർ ജയിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ NDA സ്ഥാനാർത്ഥി നിന്നൊരു 18,000-20,000 വോട്ട് പിടിച്ചപ്പോൾ കഹാർ തവിടുപൊടിയായി. അവിടുത്തെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ അവിടെ ജയിച്ചു. അപ്പോൾ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ പൊതുവെ പറഞ്ഞാൽ ചിലയിടത്തെല്ലാം ചില വ്യത്യാസങ്ങൾ വരാം. എന്നാൽ തന്നെ പൊതുവെ വന്നാൽ NDAയുടെ വളർച്ച UDFൻ്റെ തളർച്ചയും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തുടർ ഭരണം ഇനിയും പിണറായി തന്നെയായിരിക്കും. പിണറായി മാറിക്കൊണ്ട് ഒരു നേതാവായിട്ട് ആരെ അവതരിപ്പിച്ചാലും അത് ഫെയിലിയർ ആയിരിക്കുമെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരസ്പരം വെട്ടിമരിക്കാനായിട്ട്, സ്ഥാനത്തിന് വേണ്ടി വെട്ടിമരിക്കാനായിട്ട് വരുന്ന പല ആളുകൾ കാണും. പക്ഷെ പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ ആരുമില്ല. ആ പിണറായിയെ ഒഴിവാക്കിക്കൊണ്ട് നേതൃസ്ഥാനത്തേക്ക്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ അത് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയചാതുര്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതെ, അത് പറയാം. ആശാ വർക്കർമാർ നിരാശരായി ഇന്ന് വഴിയിൽ കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ സെൻട്രലിനെയും സ്റ്റേറ്റിനെയും പരസ്പരം കുറ്റം പറയുകയാണ്. അപ്പോൾ ഇവർ ഇടതുകാർ സെൻട്രലിനെ പറയും, സെൻട്രലുകാർ ഇടതിനെ പറയും. അങ്ങും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആശാവർക്കർക്കാരുടെ അവകാശങ്ങളെ നിശ്ചയിക്കപ്പെടും. പക്ഷെ ഇവർ പരസ്പരം വിമർശിക്കുമ്പോൾ പോലും ആശാവർക്കർമാർക്ക് ഇനിയും വേതന വർധനവും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും തർക്കമില്ല. പൈസ ഇല്ലാത്തതിൻ്റെയാണ് തർക്കം. പൈസ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കൊടുത്തിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടത്ര കാശ് കൊടുത്തിട്ടുണ്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു. ഇപ്പോൾ ഇത് അണ്ടിയാമൂത്തത് മാങ്ങായ മൂത്തത് എന്നുള്ള ഈ തർക്കം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആശാവർക്കർമാർ നിരാശരായി വഴിയിടാതെ അവരെ മറ്റു പലരുടെയും കയ്യിലേക്ക് കൊണ്ടെത്തിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും വേഗം ഇടപെട്ട് തീർക്കാനുള്ള മനസ്ഥിതി ഗവൺമെൻറ് കാണിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.